കണ്ട ശ്രദ്ധിച്ചില്ലേ കൈ മുറി കേട്ടോ, നമ്മളെ കൈ മുറിഞ്ഞാണ്, സോഡയുടെ കുപ്പി കൊണ്ടിട്ട് കൈ മുറിഞ്ഞാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല. അത് വീഡിയോ ഇട്ടായിരുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് ഫിനാൻസ് ഭാഗമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി എന്ന് വെച്ചാൽ നമ്മളെ ഹോണ്ടയുടെ കമ്പനിയിലെ ഒരു ഹോർണറ്റ് എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു. അപ്പോൾ അതെടുത്ത് കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തു. ഇപ്പോൾ 2 വർഷത്തോളമായി. അപ്പോൾ മാസമൊക്കെ അടഞ്ഞു പോയിരുന്നതാണ്. പിന്നെ ഈ കൊറോണ വന്ന വിഷയം കാരണം നമുക്ക് അടയ്ക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കേസിൽപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. അത് വേറെ എന്താ, അതൊക്കെ വേറെ സീനാണ്, വേറെ ലെവലിൽ സീനൊക്കെയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ പുതിയ പുതിയ എക്സ്പെരിമെൻ്റ് ആയിട്ട് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ ഇത് കാണണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കാണണം, നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കണം. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലേക്ക് പോവാം. ഇനി കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെരിമെന്റിലേക്ക് പോവാം. ഓക്കെ, ബൈ. ഫസ്റ്റ് എടുത്തത് നമ്മൾ തീപ്പെട്ടിയാണ് കേട്ടോ. തീപ്പെട്ടി നമ്മൾ പൊട്ടിക്കണം. ഇതിപ്പോൾ ഏകദേശം മാർക്കറ്റിൽ ഇപ്പം 10 രൂപ വില വരുന്ന ഒരു പാക്കറ്റാണിത്. 10 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 10 രൂപക്ക് നമുക്കൊരു 10 എണ്ണം ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ 2 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊട്ടിച്ചിടണം. പൊട്ടിച്ചിട്ടിട്ട് വേണം നിറയ്ക്കാനായിട്ട്. 2 പാക്കറ്റ് എടുത്തിട്ടോ. അപ്പോൾ 2 പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിടുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് തീപ്പെട്ടി പൊട്ടിക്കാതെയാണ് നമ്മൾ മേടിക്കുന്നത്. ഒരു 10 രൂപയ്ക്ക് ഒരു പാക്കറ്റാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഉടായ്പ് കാണിക്കാൻ സാധ്യതയുണ്ട് നമ്മളെ തീപ്പെട്ടിക്കാർ. ചിലപ്പോൾ ചിലയിലൊക്കെ കുറവുണ്ടാവും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നോക്കിയത് കുഴപ്പമില്ല. നമുക്കിനി പൊട്ടിച്ചിടാൻ പ്ലേറ്റ് വേണം. നമുക്ക് പ്ലേറ്റിലേക്കാണ് പൊട്ടിച്ചിടുന്നത്. അതായത് മച്ചാന്മാരെ നിങ്ങൾ കണ്ടല്ലോ, ഫസ്റ്റ് തീപ്പെട്ടി തന്നെ നമ്മൾ പൊട്ടിച്ചിടാൻ പോയ തീപ്പെട്ടി തന്നെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം 20 തീപ്പെട്ടി ഉണ്ട് നമ്മളെ കയ്യിൽ. ആ 20 തീപ്പെട്ടിയാണ് നമ്മൾ പൊട്ടിച്ചിടുന്നത്. 20 എണ്ണം ഉണ്ട്, മൊത്തം 20 എണ്ണം ഉണ്ട്. ഇപ്പം നോക്കാൻ മേടിച്ച് 20ഓളം തീപ്പെട്ടി നമ്മൾ പൊട്ടിച്ചിട്ട് കേട്ടോ. 20ഓളം തീപ്പെട്ടി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് സോഡാ കുപ്പിയിലേക്കാണ് നിറയ്ക്കേണ്ടത്. ഇത് ഫുള്ളും സോഡാ കുപ്പിയിൽ നിറയ്ക്കണം. ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് ഒടിച്ചിടേണ്ടി വരും കേട്ടോ. സോഡാ കുപ്പിക്കകത്ത് ഒടിച്ചിടേണ്ടി വരും. ഏകദേശം നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തിക്കി നിറയ്ക്കണം. എന്താകത്ത് തിക്കി നിറച്ചാൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം കിട്ടത്തുള്ളൂ. നമുക്കിത് വീട്ടിൽ നിന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഒരിക്കലും ചെയ്യരുത്. ഇത് നമ്മൾ നേരെ പറമ്പിലേക്കാണ് ഇതും കൊണ്ട് പോകുന്നത്. നമുക്ക് പറമ്പിലേക്ക് പോവാം. നമ്മൾ പരീക്ഷണം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ, ഞാൻ സേഫ്റ്റി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം സേഫ്റ്റി യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കണം, സേഫ്റ്റി യൂസ് ചെയ്യണം. ഇത് കത്തിക്കുമ്പോൾ എന്താ വരുന്നത് നമുക്ക് കാണാം. പാളിപ്പോയിട്ടോ, നമ്മൾ മേല് മാത്രമേ കത്തിയിട്ടുള്ളൂ. ഫസ്റ്റത്തെ എന്തായാലും നമ്മളെ പാളി. കത്തുന്നുണ്ട് ഗായ്സ്. ഓക്കെ ഫൈൻ. നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണത്. ഇത് എന്താവും നമുക്ക് അറിയില്ല. ഇനി അടുത്തു ലാസ്റ്റ്
മച്ചമ്മ അത് ഏകദേശം തീർന്നിട്ടോ. നമ്മളെ തംസപ്പ് പരിവായിട്ടുണ്ട്. നമ്മളെ കത്തി കരിഞ്ഞിരിപ്പുണ്ട്. കറയാണ് കേട്ടോ, തീപ്പെട്ടിയുടെ കറയാണ് തംസപ്പ് പരുവത്തിൽ കോള പോലെ ഇരിക്കുന്നത്. ഇതിപ്പം പകുതിയോളം കത്തിയിട്ടുണ്ട്, ഫുള്ള് കത്തി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പരീക്ഷണം വിജയിച്ചത്. അപ്പൊ ഇതാണ് സംഭവം. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നമുക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ തീപ്പെട്ടി 20 എന്ന് പറഞ്ഞത് ചിലപ്പോൾ 30, 40, 50 തീപ്പെട്ടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തീപ്പെട്ടി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തിനാ മടി കാണിക്കുന്നത്? അപ്പുറത്തുള്ള ചുവപ്പ് ബട്ടൺ പിടിച്ചൊക്കെയാൽ പോലും, അത്ര വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാം ഓണാക്കി വെച്ചാൽ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. What is your profession?